അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം നമ്മുടെ കൃഷിയും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഞാനൊരു 5-6 ദിവസമായിട്ടുണ്ടാവും കേട്ടോ. 5-6 ദിവസമല്ല, നമ്മൾ എന്നാ ടൂറ് പോയത് 26-ാം തീയതിയാണ് നമ്മൾ ടൂറ് പോയത്. അന്ന് രാവിലെ ഇവിടെ കയറിയതാണ്. അതിന് ശേഷം നമ്മുടെ ടെറസിൻ്റെ പൊക്കത്ത് കയറാനിട്ട് അപ്പോൾ താഴെ വേസ്റ്റ്, പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ ഒക്കെ വരുന്നതൊക്കെ ഞാൻ മോനെ കൊണ്ട് ഇങ്ങോട്ട് കയറ്റിപ്പിക്കും. അപ്പോൾ അതാ കയറി വരുന്നതിൻ്റെ സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ അവിടെ ആയിട്ട് മൂപ്പര് ഇവിടെ കൊടുന്ന് വെക്കുകയും അവിടെ വെച്ചിട്ട് പോകും. ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്താണ് ടെറസിലെ അവസ്ഥ, നമ്മുടെ പച്ചക്കറിയുടെ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറാതിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ടൂറ് പോയ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം എനിക്ക് തലകറക്കമൊക്കെ ആയിരുന്നു. അപ്പം ഞാനത് കാരണം ഞാനിങ്ങോട്ട് ടെറസിൻ്റെ പൊക്കത്തേക്ക് കയറാറില്ല. പിന്നെ മഴ ആയ കാരണം നമുക്കിവിടെ നനക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫുള്ള് എല്ലാം നമ്മൾ പ്രകൃതി തന്നെ നനച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കച്ചറായിട്ട് വരിക. നമുക്കെല്ലാം നോക്കാട്ടോ എന്തൊക്കെയാണ് ഇവിടുത്തെ ടെറസിലെ വിശേഷം എന്നൊക്കെ. അപ്പോൾ എൻ്റെ ബോഗൻവില്ലക്കൊക്കെ നല്ല വളങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് ഇപ്പോഴും ഈ മഴയത്ത് നന്നായിട്ട് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. സൂപ്പറായിട്ട് നിങ്ങൾക്ക് കാണാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അടിപൊളിയായിട്ട്. പിന്നെ ഇതാ നമ്മുടെ ബോഗൻവില്ലക്ക് വളം കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഈ ചട്ടിയിൽ നിറച്ചും നമ്മുടെ ഇത് ഏത് ഏനൊന്നും എനിക്കറിയില്ല. ഇനി വലുതായി നമുക്ക് കായൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ബോഗൻവില്ലയുടെ താഴ്ത്തുനിന്ന് ഇത് പറിച്ച് കളയാനുള്ളൊരു വഴിയുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ കൂർക്കൊക്കെ മുള വന്നിട്ട് സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് കിടക്കല്ല, സൂപ്പറായിട്ട് മുളച്ചിട്ടുണ്ട്. പിന്നെ കുറേ കച്ചറകൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ സെറ്റാക്കണം. പിന്നെ നമ്മൾ പൂക്കളൊക്കെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ആദ്യം പൂക്കളുടെ അവസ്ഥ നോക്കാം കേട്ടോ. മുല്ലനെ നോക്കുകയാണെങ്കിൽ മുല്ല പൂവിട്ടിട്ടില്ല. മുല്ലക്ക് ഇനി പ്രത്യേക വളം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. മെലസ്റ്റോമ നല്ല സൂപ്പറായിട്ട് പൂവുണ്ട്. അതുപോലെ തന്നെ റോസ് എല്ലാ റോസും പൂക്കൾ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു റോസാണിത്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കോട്ടോയിൽ നിന്ന് കൊണ്ടുവന്ന റോസാട്ടോ. അത് എൻ്റെ അച്ചുവിൻ്റെ വീട്ടിലുള്ളത്. പിന്നെ ഇത് ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഉമ്മയുടെ സ്പെഷ്യൽ റോസാണിത്. അത് 2 ചട്ടിയിലുണ്ട്. അത് ഫുള്ളും പൂവിട്ടിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി ഇതാ മുട്ടിട്ടുണ്ട്. ഇവിടെ നല്ല വണ്ടിയുടെ ബഹളാണ്. പിന്നെ ഇതാ ഈ ചെമ്പരത്തി, അയ്യോ ഈ ചെമ്പരത്തിയുടെ മുട്ട എന്താ കൊഴിഞ്ഞു വീണ്. അതെന്താണെന്നറിയോ, ചെമ്പരത്തിയുടെ മുട്ട് കൊഴിഞ്ഞു വീണത്. ഇതിന് മുകളിൽ നിറച്ച് ഉറുമ്പ് കണ്ട. നമുക്ക് ഈ ഉറുമ്പിനെ ഓടിക്കണം. ഈ ഉറുമ്പിനെ ഓടിച്ചിട്ട് നമുക്കിതിന് നല്ല വളം ഞാൻ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. ഇതിനൊരു സ്പെഷ്യൽ വളമുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ അവിടെയൊക്കെ ഫുള്ള് മറ്റേ ഈ ചെമ്പരത്തിൻ്റെ മുകളിൽ എപ്പോഴും ഇതുപോലത്തെ പ്രാണികളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ടുഡേ ടുമാറോ എസ്റ്റർഡേ അതിതാ അടിപൊളിയായിട്ട് പൂവിട്ടുണ്ട്. പിന്നെ ഏത് റോസയാണ്. പിന്നെ വേറെ ചെമ്പരത്തി ഇതാ വിരിയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണു. പിന്നെ അത് നോക്കിക്കേ, എന്താ രസം. എന്ത് ഭംഗിയാണല്ലേ ഈ പൂ കാണാൻ. ഈ റോസ ഊട്ടിയിലത്തെ ഫ്ലവർ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലത്തെ ഫ്ലവറാണ്. സൂപ്പർ. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഊട്ടീനെ കുറ്റം പറയാല്ലേ. ഈ റോസയുടെ ഉള്ളിൽ കണ്ട ഒരു മണി പോലെ ഓറഞ്ച് റോസ. പിന്നെ ഇതാ ഈ റോസ ഏതാ, ഇത് നല്ല റോസ ഇട്ടോ. നല്ല മണമാണ് ഇത് വിരിയുമ്പോൾ. നല്ല മണമാണ്. ഈ റോസ് മുട്ടിട്ടിട്ടുള്ളൂ. 3 മുട്ടിട്ടാ വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പനിനീര്, അതും നല്ലോണം മുട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കളിച്ചെടി, വേറെ മറ്റു ചെടി കേട്ടോ, ശംഖുപുഷ്പം. അതിതാ പൂവിട്ടിട്ട് നിൽക്കണം കേട്ടോ. പൂവിട്ടുണ്ടേ, ശംഖുപുഷ്പം പൂവിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിങ്കാ റോസ് ഇതാ ഇവിടെ പൂവിട്ടുണ്ട്. പക്ഷെ ബിങ്കാ റോസിൻ്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടോ? നമ്മുടെ പച്ചക്കറി ഇതേ നോക്കിക്ക്, പടവലങ്ങ. അമ്പടാ കേമ.
പടവലങ്ങ പൂവിട്ടിട്ട് പടവലങ്ങ ഉണ്ടായിട്ടുണ്ടാ? അടിപൊളി അല്ലേ? ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, പടവലങ്ങ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. പിന്നെ ഇതാ ഇവിടെ വല്ലവരും ഒളിച്ചിരിക്കണ്ട നോക്കട്ടെ. എല്ലാ കായ്കളൊക്കെ വരുന്നുണ്ടാവായിരിക്കും. നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നമുക്ക് നമ്മുടെ പൂക്കൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പുറത്തേക്ക് ബോഗൺവില്ല വേറെയും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് പോകുമ്പോൾ ഉണ്ടായ പൂവൊക്കെ ചെറുതായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്താ ഇവിടുത്തെ അവസ്ഥ നോക്കാം. ഞാൻ ഇനി ബോഗൺവില്ലയുടെ കമ്പ് മുളപ്പിച്ചത് നോക്കിക്കേ. ബോഗൺവില്ലയുടെ കമ്പ് മുളപ്പിച്ചത് ഇതാക്കിക്കേ, മുള വന്നിക്കണത്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇതിങ്ങനെ വെച്ചാൽ മുള വരുമെന്ന്. ഇത് ഇളക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ അതാ നോക്കിയേ, വാ അടിപൊളിയായിട്ട് ഇല വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മെല്ലെ ഇതേപോലെ ഇങ്ങനെ വെക്കാം. ഇത് 4 കളർ ഒരുമിച്ചാണ്. ഇതിൽ 2 കളറ്, ഇതിൽ 2 കളറും ഇതിൽ 4 കളറുമാണ്. അപ്പോൾ അത് അടിപൊളി. അപ്പം അത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് നോക്കി നമ്മുടെ കോവക്ക പൂവിട്ട് കോവക്ക ആവത്ത് നന്നായി. അത് കുറേ ദിവസമായി ഞാനിതില്ലേ കോവക്കയുടെ ഉള്ളി ഇതൊക്കെ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പഴത്തൊലിയും വേസ്റ്റ് കഞ്ഞി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൻ്റെ കടക്കൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടാണ്. അത് കാരണം തോന്നുന്നത് കോവൽ പൂവിട്ട്. ഇനിയിപ്പോൾ മഴക്കാലല്ലേ, കോവയ്ക്കൊക്കെ നന്നായിട്ടുണ്ടായിക്കോളും. പടരാൻ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടിയും സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കോവലിൻ്റെ 2 സെക്ഷൻ ഉണ്ട് കേട്ടോ. 2 സെക്ഷനാക്കിയിട്ട് പടർത്തിയിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ മുകളിലാണ് പിന്നെ പൂവിട്ടിട്ടുള്ളത്. പിന്നെ നമുക്കിനി പയറിൻ്റെ അവസ്ഥ നോക്കാം. പയർ വന്ന് നോക്കുമ്പോൾ ഇതാ ഫുള്ള് പയർ പൊട്ടിക്കാനായിട്ട് നിൽക്കണം. മഴക്കാലത്ത് പയറുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചാലോ? പയർ ഓക്കെ, ഫുള്ള് പയറാണ്. ഞാൻ പറഞ്ഞില്ലേ പയർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ദിവസവും പൊട്ടിക്കുക. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നാളേക്കുള്ള പേരിക്കുള്ള പയറായി. ഇതുണ്ടോ, കുറേ ദിവസമായി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. ചിലത് വിത്തയക്കണ തോന്നുന്നു, ഉണങ്ങിയിട്ട്. ഇതണ്ട, ഇത് നമുക്കിനി വിത്തിന് നിർത്താം. ഇഷ്ടംപോലെ പയറുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനിയുണ്ട്, നോക്കിയിട്ടൊക്കെ പറിച്ചെടുക്കണം. ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ടെറസ് ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് കുറച്ചും കൂടിലും പിന്നെ ചെടികളൊക്കെ. ഞാനുണ്ടല്ലോ ഈ പയർ എവിടുന്ന് വിത്ത് കിട്ടിയെന്ന്. ഈ പയറും പിന്നെ മറ്റേ പയറും ഉണ്ടല്ലോ, എവിടുന്ന് വിത്ത് വന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ മേടിച്ച വിത്തല്ല, ഞാൻ മേടിച്ചിട്ടില്ല പയർ വിത്തൊന്നും. ഇപ്പോൾ വെറുതെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്ന് മുളച്ച് വരുന്ന പയറിൽ നിന്ന് ഉണ്ടായതാണ്. ഇത്രയും നന്നായിട്ടുണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ കൃഷി അനുഭവമൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. മാഷാ അല്ലാഹ്. എൻ്റെ കൃഷിയിൽ നിന്നും ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നട്ടത് പയറാണ്. ഫസ്റ്റ് ഞാൻ നട്ട സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു പച്ചക്കറിയുടെ ഒരു വീഡിയോ ആണ്. ഞാൻ എന്താ പയർ നട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഫസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ പയറാണ്. പക്ഷെ അന്നത്തെ പയർ നമ്മുടെ തത്തമ്മ നട്ടുകൊണ്ട്. പക്ഷെ അന്ന് എനിക്ക് പയറുണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നമുക്ക് നല്ലോണം പയറുണ്ട്. ഇതിന് നനച്ചു കൊടുക്കണം. മഴ മിക്കവാറും ഇപ്പോൾ പെയ്യും. ആകാശമൊക്കെ ഇങ്ങനെ മൂടിക്കെടുക്കുന്നുണ്ട്. നനക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ സോളാറിൻ്റെ മേളിലേക്ക് പടർന്നു വിട്ടാ അങ്ങനെയാണ് നിൽക്കണത്. പിന്നെ വഴുതനങ്ങ ഉണ്ട്. വഴുതനങ്ങയുടെ മുകളിലൊക്കെ നിറച്ച് ഉറുമ്പുണ്ടോ. ഇതിനൊക്കെ മരുന്നടി. ഇത് നോക്കിക്കേ, ഇതിനൊക്കെ മരുന്നടിച്ചു കൊടുക്കണം. ഈ വഴുതനങ്ങളുടെ മുകളിലൊക്കെ നിറച്ച് ഉറുമ്പാണ്. ഇതിനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. നാളെ തന്നെ ഞാൻ ഇതിൻ്റെ മരുന്ന് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടേ നാളെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല മരുന്ന് ഞാനൊരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള മരുന്നാണ്. അത് ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യത് കട്ട് ചെയ്യാനായിരിക്കും. ഇപ്പോൾ കണ്ട ഇതിൻ്റെ മുകളിൽ നോക്കി ഇതിൻ്റെ എല്ലാ കഷ്ടപ്പാടാണ് കേട്ടോ. ഇതിനെ എത്രയും പെട്ടെന്ന് നശിപ്പിച്ചെടുക്കാം.
സെറ്റാക്കണം. വഴുതനങ്ങ നല്ല നീളം വെച്ചിട്ടുണ്ട്, പക്ഷെ ഉറുമ്പ് അതിൻ്റെ മുകളിൽ നിറച്ചും. ഇതിനെ റെഡിയാക്കിയില്ലെങ്കിലേ ഇതാകെ പോവും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബോഗൺവില്ലയുടെ അവസ്ഥ നോക്കുമ്പോൾ അതാ കുറച്ച് എല്ലാത്തിൻ്റെ മുകളിലും കുറച്ചുള്ള ഇത് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊഴിഞ്ഞു പോയതാട്ടോ. ഇനി നമുക്കത് സെറ്റാക്കണം. പിന്നെ ഇവിടെ ഒരു വെള്ളരി നന്നായിട്ട് പടർന്ന് പോകുന്നുണ്ട് ഇതിൽ, നമ്മുടെ ടയറിൽ നട്ടത്. പക്ഷെ ടയറിൽ നട്ട മുളകിന് അത്ര അങ്ങോട്ട് സുഖം പോരാട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മുളകിനെ ഒക്കെ മാറ്റി നട്ടിട്ട് ഇതിൽ ടയറിൽ പുതിന നടാന്നുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ സോളാറിൻ്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെയിൽ കൊള്ളാഞ്ഞിട്ടായിരിക്കും ഒരു മുരടിച്ച പോലെ നിൽക്കണം. അപ്പോൾ അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ വല്ല കായ്കൾ ഉണ്ടായിട്ടുണ്ടാണോ അറിയില്ല. പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് അവിടെ പടർന്നിട്ട് ഞാൻ വേറെ ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും നന്നായിട്ട് പടരുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി നല്ലപോലെ ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പൊന്നാങ്കണ്ണി ഒന്ന് സെറ്റാവണേ. ഞാൻ അന്ന് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കിള്ളിക്കൊണ്ടതാണ്, അപ്പോൾ അത് കാരണം ഒന്ന് ചെറിയൊരു ഉഷാർ കുറവും. പിന്നെ കാന്താരിമുളക് ഇതാ ഇവിടെ പൂവിട്ടിട്ടുണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കാന്താരിമുളക് ഒക്കെയാണ്. പിന്നെ അതിൻ്റെ താഴെ നിൽക്കുന്ന ഇതൊക്കെ എന്താണ്, വെള്ളരിക്കായിരിക്കും ഇതൊക്കെ. പിന്നെ ഇതിൽ പയറുണ്ട്, ഇതിൽ ചീരവിത്ത് ഞാൻ ഇട്ട് കൊടുത്തത്, പക്ഷെ അത് അത്ര അങ്ങോട്ട് സുഖമായില്ല. ചീരവിത്ത് കണ്ട, ചീര അത്ര സുഖത്തിൽ മുളച്ച് വന്നില്ല. പക്ഷേ ഇതിലിട്ട പയർ വിത്ത് ഉണ്ടോ നല്ല സൂപ്പറായിട്ട് മുളച്ചു. എന്തായാലും നമുക്കവിടെ പടർത്തി പയറാണെങ്കിൽ പയർ ഉണ്ടാവട്ടെ. പിന്നെ ഇതങ്ങനെ അടക്ക പോലത്തെ വെള്ളരിക്ക, ഇത് നോക്കിയേ, ഇതൊന്നും നമ്മൾ വിത്തിട്ടിട്ടുണ്ടാക്കണമല്ലോ. വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും കേട്ടോ. ചില വിത്തുകൾ നല്ല വിത്തുകളായിരിക്കും, ചിലതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ കുഞ്ഞതുണ്ടാവും. കുഞ്ഞതൊരു 3-4 ഉണ്ടായാൽ മതി, ഒരു കറി വെക്കാം. അങ്ങനെ ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേപ്പ് ഇതാ നന്നായിട്ട് ഉഷാറായി. നമ്മൾ ലാസ്റ്റ് വെച്ച് വേപ്പ് പിടിച്ചിട്ടുണ്ട്. അതിന് താഴെ ഒരു മാവ് മുളച്ച് വന്നിട്ടില്ല, അതിന് നമ്മൾ കളയണം. എന്നിട്ട് ഈ വേപ്പിനെ ഒന്നും കൂടി ഒരു വടിയൊക്കെ വെച്ച് കുത്തി ഒന്നുകൂടി സെറ്റാക്കാണ്ട് ഈ വേപ്പ്, ചെറിയ വേപ്പും തൈ പിടിച്ച് വന്നിക്കണണ്ട. ഇതും ഓക്കെയാണ്. ഇതിനും തളിരില വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു വെള്ളരിയാണ്, വെള്ളരിയുടെ. പിന്നെതാ ഇവിടുത്തെ ബോഗൺവില്ല. ഇതെന്ത് നല്ല ഭംഗിയുള്ള കളറാണ്. ഈ ബോഗൺവില്ലൊക്കെ നോക്കി ഇതിൻ്റെ കൂട്ടത്തിലൊരു വെള്ളം കൂടി വെച്ചാൽ സൂപ്പറായിരിക്കും. അത് വെക്കണം. അപ്പം അതൊക്കെ. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം, അപ്പുറത്തെ സൈഡിലേക്ക്. ഇനിയിപ്പോൾ ഈ ജൂൺ മാസത്തിൽ നമുക്കൊന്നും കൂടിയും ഇവിടെ കുറച്ചും കൂടി വൃത്തിയാക്കാണ്ട് കേട്ടോ. കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഞാൻ ഇതിലെന്തായിരുന്നു, ഇതിലൊന്നുമില്ല. ഇതിൽ ഇഞ്ചിയാണ്, ഇഞ്ചിയുടെ വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി കണ്ട, ഇഞ്ചി. പിന്നെ ഇവിടെ മുളക് ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയ ഒരു പൊട്ടുവെള്ളരി, ഇത് പൊട്ടുവെള്ളരി കേട്ടാ. പിന്നെ പൊട്ടുവെള്ളരിയുടെ 2 പൊട്ടുവെള്ളരി ചെറുതും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതുണ്ട് പൊട്ടുവെള്ളരി. പിന്നെ വേറെ പൊട്ടുവെള്ളരി ഇതാ അതിൻ്റെ എന്താ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. പൊട്ടുവെള്ളരി ചെറുതാണെങ്കിലും ഇത് നല്ല കുഞ്ഞതാണെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ഒരാൾക്ക് ഒരു പൊട്ടുവെള്ളരി കലക്കി കുടിക്കാം, ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. പിന്നെ മുളക് അത്ര കണ്ട് എനിക്ക് ഉഷാറാവണില്ല. ഇനി അതിനൊക്കെ ഒന്നും കൂടിയും സ്റ്റഡി ചെയ്തിട്ട് ഒന്നും കൂടിയും ഒന്ന് സെറ്റാക്കണം. വളങ്ങളൊക്കെ കൊടുത്തിട്ട് മുളക് ഉണ്ടായിട്ടുണ്ടല്ലോ, മാഷാ അല്ലാ. അതാ ഈ വെള്ളരി അതിനെ പിടിച്ച് കൊണ്ടേക്കണേ കണ്ടോ. എടാ അതിനെ വിടറാ, ഇതിനെ വേറെ വിട്. അതിനങ്ങോട്ട് വലിച്ചുകൊണ്ടേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കണ്ട നിറച്ച് പൂവുണ്ടായിരിക്കുന്നത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, മുളക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അയ്യോ ഇത് വീഴാൻ പോണു.
ഇതിനൊന്ന് സെറ്റാക്കണം. എന്തായാലും വീഡിയോ എടുക്കൽ കഴിയട്ടെ. ഇതിനൊക്കെ ഒരു മഞ്ഞളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ഒന്നും കൂടിയും ഉഷാറാക്കണം മുളകിൻ്റെ. പിന്നെ നല്ലൊരു മാവ് ഞാൻ വെച്ചിട്ട് കണ്ട. പിന്നെ ഞാൻ മാവ് ശരിക്കും നട്ടത് ഇതാണ്, ഈ ഒരു ഡ്രമ്മിൽ കേട്ടോ. പക്ഷേ ഈ ഡ്രമ്മിൽ അപ്പത്തിനും ചീര മുളച്ച് വന്നു. പിന്നെ നമുക്ക് വെള്ളരി വന്നു. പിന്നെ ഇത് നമുക്ക് ഈ ഒരു സംഭവം എന്താണെന്നറിയോ, ഇത് ചക്കരമത്തയുടെ തൈയാണ് ഇട്ടത്. വിത്ത് വീണിട്ട് മുളച്ചത്. അതിൻ്റെ മുകളിൽ പൂക്കളൊക്കെ ഉണ്ടാവട്ടെ, ഉണ്ടാവുമ്പോൾ കാണിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി കുഞ്ഞു വെള്ളരിക്ക. കുഞ്ഞതെന്ന് പറയുമ്പോൾ ചിലതൊക്കെ ഇത്രയൊക്കെ ആവട്ടെ. അപ്പം നമുക്ക് എല്ലാം കൂട്ടി ഒറ്റ കറിക്കുള്ളത് കിട്ടേ. ഇതാ വേറൊരാൾ ഒളിച്ചിരിക്കുന്നത്. ഇത് കണ്ട, അതൊക്കെ കാണുമ്പോഴേ നല്ല രസമല്ലേ. അപ്പം എൻ്റെ കുഞ്ഞു ടെറസിൽ അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഉണ്ട്, മാഷാ അല്ലാ. പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് ബോട്ടിലുള്ള പയറിതാ ഉഷാറായിട്ട്. ഇനി ഇതിന് പന്തൽ കെട്ടി കൊടുക്കണം, അതാണ് ഇനി അടുത്തൊരു പണിയുള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച മറ്റേ നമ്മുടെ സ്ലറിയുടെയും പിന്നെ നമ്മുടെ കമ്പോസ്റ്റും കൂടിയിട്ടുള്ള ആ ഒരു ഇതൊക്കെ, അത് ഒരു സ്ലറി താഴെ വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ട്. അത് മഴവെള്ളം കുറച്ച് കയറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ആളോക്കെയാണ്. പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടി നട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബീട്രൂട്ട്. അത് പിടിച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ടിൻ്റെ തൈ കണ്ടാ പിടിച്ചിട്ടുണ്ട്, കണ്ടാ. 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, ചിലപ്പോൾ കിട്ടുകയാണെങ്കിലോ ബീട്രൂട്ട്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ട. പിന്നെന്താണ് അടുത്തത് ചേന നട്ടത് എന്തായി നോക്കാം. ചേന നട്ടത് എന്നെ ഒന്നും കാണാനില്ല, ചേനയുടെ ഒരു വിവരമില്ല. ചേനയുടെ ഉള്ളിൽ കിടപ്പാണ്. പക്ഷെ പയറിൻ്റെ വിത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മുളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വാളരിപ്പയർ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടാ. ഇതെന്താണ്, ഇത് വാളരിയുടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിത്ത് ഉണ്ടാവുമ്പോൾ അറിയാൻ പറ്റില്ല. പൂവാണ് ആദ്യം, പക്ഷേ ഇലകളൊക്കെ നല്ലോണം ഉണ്ട്. ഇതിനെ പന്തലിനുള്ള സൗകര്യം സെറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഇതൊക്കെ നല്ല ഉഷാറാവുള്ളൂ. ഈ വാളരി ഇതിങ്ങനെ ഇപ്പോൾ ആകാശത്തേക്ക് പടർന്നു പോവുകയാണേ. അപ്പുറത്തെ വീട്ടിലേക്ക് പോയി പടരരുത് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോരാ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകണം എന്തിനാണ്? മഴ ആയതുകൊണ്ടാണ് ഇവരൊക്കെ നല്ല ഉഷാറ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ടൂറ് കഴിഞ്ഞിട്ട് ഉള്ളതും കൂടിയിട്ട് നന്നായേനെ. പക്ഷെ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഇവിടെ. ഈ ഒരു വെള്ളരിയുടെ ഇത് കൊള്ളാട്ടോ. ഇത് എന്ത് വെള്ളരിയാണാവോ? ഇത് പക്ഷെ അവിടെ ഉണ്ടാവുന്ന വെള്ളരിയുടെ പോലത്തെ പൂവല്ല ഇവിടെ നിൽക്കണ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ. പിന്നെ മാവിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാങ്ങയുണ്ട്. മാവുമേ മൂവാണ്ടനല്ലേ, കണ്ണിമാങ്ങൊക്കെ അതാ ഇഷ്ടം പോലെ നമുക്ക് പൊടിച്ച് കഴിക്കാം. പിന്നെ കറിക്ക് വേണമെങ്കിൽ മാങ്ങുണ്ട്, കറിക്ക് വേണ്ട മാങ്ങയും ഇപ്പോൾ തൽക്കാലം മാവിൻ്റെ മുകളിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ മഴ സമയത്ത് ഉണ്ടാവുന്ന ഈ മാങ്ങ നമുക്ക് പഴുപ്പിച്ച് കഴിക്കാൻ പറ്റില്ല. നല്ല ഇങ്ങനെ തൊലിയൊക്കെ നല്ല കറുത്തിട്ടിരിക്കും, പക്ഷെ നല്ല പുളിയായിരിക്കും കേട്ടോ. പിന്നെ കമ്പോസ്റ്റൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി. കമ്പോസ്റ്റിൻ്റെ ഒക്കെ അവസ്ഥ ഒക്കെ ഓക്കെയാണ്. ഇനി അതൊക്കെ ഒന്ന് കുറച്ചും കൂടിയും ചെടികളൊക്കെ നടാണ്ട്. പിന്നെ ചേമ്പന്താളൊക്കെ ഇനിയിപ്പോൾ കർക്കിടകമൊക്കെ വരുമ്പോഴത്തേനും ചേമ്പന്താൾ ഒക്കെ കൂടുതൽ സെറ്റാകും. പിന്നെ നമ്മുടെ ഓമ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ മഴ കൂടുതലും നല്ല മഴ പെയ്താൽ ഓമ പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ചീഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടല്ലോ ഓമ. ഇത് കണ്ട ഓമ പൂവിട്ട്, മാഷാ അല്ലാ ഓമയുടെ പൂവല്ലേ ഇത്. ഉമ്മാനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. ഇത്ര കുഞ്ഞ് ചെറിയ തൈമല ഇത്ര പെട്ടെന്നാ. ഞാനിത് അത്ഭുതം തന്നെ അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ പപ്പായ നടുന്നതൊക്കെ. സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നട്ട പപ്പായാണ്. ജീവിതത്തിൽ ഞാൻ നട്ടിട്ട് ഫ്ലോപ്പായി പോയിട്ടില്ല, പക്ഷെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നട്ട പപ്പായ. അത് പൂവുണ്ടായെന്ന് പറയുമ്പോൾ
പൂവല്ലേ ഇത്? നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ ടെറസിൽ കയറാതെ ഇരുന്നിട്ട് നമ്മുടെ ടെറസിലല്ല, നമ്മുടെ ഗാർഡനിൽ നമ്മളെല്ലാ മാസത്തിലെല്ലാ ദിവസവും നമ്മുടെ ഗാർഡനിൽ കയറുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച നമ്മളെ ചെടികളുടെ അടുത്തേക്ക് വരാതെ ഒന്ന് മാറി നിന്നിട്ട് പിന്നത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അത്ഭുതം കാണാൻ പറ്റും. കാരണം നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ ഒക്കെ റിസൾട്ട് നമ്മളെന്നും കാണുമ്പോൾ നമുക്ക് തോന്നില്ല എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ കുറച്ച് ദിവസം മാറി നിന്നിട്ട് പിന്നെ ഒരു ദിവസം വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ അറിയാൻ പറ്റുക. അതിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര റിസൾട്ടാണല്ലേ. ഇതെന്താ ഇങ്ങനത്തെ പൂവൊക്കെ തന്നെയാണ് ഉണ്ടാവുക? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിങ്ങനെ പപ്പായ്ക്ക് ഇങ്ങനത്തെ പൂവ് തന്നെയാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണോ പപ്പായ്ക്ക് പൂവ് ഉണ്ടാവുക എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലെ വിശേഷങ്ങൾ. പയർ കുറേ വിത്ത് ഞാൻ കുറച്ചും കൂടി പയർ മുളപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പയർ കൃഷി ഒന്നും കൂടി ഉഷാറാക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും കുറച്ച് വിത്തുകളെ കുറച്ചും കൂടി സെറ്റാക്കി എടുക്കണം. പിന്നെ എൻ്റെ കപ്പടൊക്കെ വിശേഷം എന്താണാവോ? കപ്പൊക്കെ നട്ടിട്ട് കാലം കുറേ അയക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിഴങ്ങ് വന്നിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഈ സെക്ഷൻ പയർ കഴിയണോട് കൂടിയിട്ട് കപ്പനെ പറിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അത്ഭുതങ്ങൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ കോവൽ പൂവിട്ടു, പിന്നെ പപ്പായക്ക് പൂവുണ്ടായി. പപ്പായ പൂവിട്ടിട്ടുണ്ട്. പപ്പായ പൂവിടുമോ എനിക്കറിഞ്ഞൂടാ. പപ്പായ ഇങ്ങനെയാണോ വരിക എന്നൊന്നും എനിക്കറിയില്ല. കുറേ പപ്പായ തൈ ഉണ്ട്, ഇനി മാറ്റി നടാനുണ്ട്. പക്ഷെ സ്ഥലം ഇല്ലാത്ത കാരണമാണ് ഇപ്പം ഇതിങ്ങനെ അരക്ഷിതാവസ്ഥ. അപ്പം ഇത് ഒന്നുകൂടിയും എന്താ പപ്പായ തൈ ഇപ്പം ഇങ്ങനെ നിൽക്കട്ടെ. ഇതിന് ആവശ്യമില്ലാത്ത കളഞ്ഞിട്ട് നമുക്കിതിനെ സെറ്റാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവസ്ഥ എങ്ങനെയാണ്? കൈതച്ചക്ക ഉണ്ടായിട്ട് നോക്കാം. കൈതച്ചക്ക ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ കസാരയിലിരിക്കുന്ന ഒരു പപ്പായനെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കസാരയിലിരിക്കുന്ന പപ്പായ. പിന്നെ ഇത് ഉള്ളി ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതാണ്. ഉള്ളി മുളച്ചാന്നൊക്കെ കാണാം. പിന്നെ ഇതെവിടെ കസാരയിൽ മഞ്ഞളുണ്ട്. ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളുടെ വിത്താണ് ഈ ഒരു സിങ്കിൽ നിറച്ചും കസ്തൂരി മഞ്ഞളുടെ വിത്ത് ഇട്ടേക്കണേ. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് പുല്ലൊക്കെ പറിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. പുല്ലും പിന്നെ കൊഴുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കൊഴുപ്പനെ വേറെ നട്ടിട്ട് പുല്ലൊക്കെ മാറ്റി ഈ നമ്മുടെ കസ്തൂരി മഞ്ഞളെ മാറ്റി നടണം. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പപ്പായുടെ തൈ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. നന്നായിട്ട് അത്യാവശ്യം നല്ലപോലെ തന്നെയാണ് അത് വളരുന്നത്. അപ്പം ഞാൻ പിന്നെ അതിനെ മണ്ണിളക്കാൻ നിന്ന പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതങ്ങനെ വെച്ചത് ഇട്ടാം. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കുറേ സൗണ്ടുകളൊക്കെ കേൾക്കാം, വണ്ടിയുടെയൊക്കെ. എന്നാലും മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഗാർഡൻ ഞാൻ ഇത്ര ദിവസം ഒരു 26-ാം തീയതി മുതലല്ലേ, 26, 27, 28, 29, 30, 31, ഇന്ന് 31-ാം തീയതിയാണ്. അപ്പോൾ 31-ാം തീയതി വരെ ഞാൻ മാറി നിന്നതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത്. മാറി നിന്ന റിസൾട്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ ആരും കളിയാക്കരുത്. നമ്മൾ മാറി നിന്നിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് വരുമ്പോൾ നമ്മളെ കാത്തിട്ട് നമ്മുടെ പച്ചക്കറികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പച്ചക്കറിയല്ല, നമ്മുടെ ചെടികളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരുന്ന പോലെ ആണ് എനിക്കിത് ഫീലാവുന്നത് കേട്ടോ. പയറൊന്നും നന്നായിട്ട് ഉഷാറാവുന്നുണ്ട്. പയറാണ് ഇപ്പോൾ ഈ മഴക്കാല സീസണിൽ സത്യം പറഞ്ഞാൽ പയർ നന്നായിട്ടുണ്ടാവും. നമ്മളൊന്നും കൂടിയും സെറ്റാക്കിയെടുക്കണം. പിന്നെ ഇതാ വഴുതനങ്ങ, അത് മാത്രമല്ല, പച്ച മാത്രമല്ല, നല്ല മറ്റേ വഴുതനങ്ങയും നന്നായിട്ട് വരുന്നുണ്ട്. വഴുതനങ്ങയുടെ വിത്തൊന്നും നമ്മൾ മേടിച്ച വിത്തൊന്നുമല്ലല്ലോ. അതാണിങ്ങനെ കുഞ്ഞു കുഞ്ഞു കായകൾ കണ്ട്. പിന്നെ പുതിന കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പുതിന വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കിട്ടിയ ഈ പയറായിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം. പിന്നെ വഴുതനങ്ങ വേണമെങ്കിൽ പൊട്ടിക്കാട്ടോ നമുക്ക്. പക്ഷെ വഴുതനങ്ങയ്ക്ക് നമുക്കൊരു വീഡിയോ, വഴുതനങ്ങയുടെ അല്ല ആ കീടങ്ങളൊക്കെ ഒന്ന് നശിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്യാണ്ട്. അപ്പോൾ തൽക്കാലം വഴുതനങ്ങ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജൂൺ മാസത്തിലെ ടെറസിലെ വിശേഷങ്ങൾ.
അപ്പോൾ മാറി നിന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പച്ചക്കറി ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിലൊക്കെ ഇപ്പോൾ ഇത് പോകേണ്ട വഴിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ ഉടനെ വരുന്നതായിരിക്കും. നമുക്കിതിന് വളങ്ങളല്ല, നമ്മുടെ ഉറുമ്പിനൊക്കെ നശിപ്പിക്കാനുള്ള മരുന്നൊക്കെ ചെയ്യണം. പിന്നെ കുറേ കമ്പോസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പുതിയ ചെടികളൊക്കെ നടണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.